സ്വാഗതം. വെരി ഗുഡ് മോർണിംഗ്. ഹാവ് എ നൈസ് ഡേ. ഇന്നൊരു അവയർനെസ്സിൻ്റെ സ്പ്രെഡാണ് എടുത്തിരിക്കുന്നത്. അപ്പോൾ നമുക്ക് ഫസ്റ്റ് കാർഡ് വന്നിരിക്കുന്നത് നമ്മുടെ പാസ്റ്റാണ്. പാസ്റ്റിലെ കാർഡ് നോക്കുമ്പോൾ ദ സ്റ്റാർ എന്നുള്ള കാർഡാണ് വന്നിരിക്കുന്നത്, ആദ്യത്തെ കാർഡ്. അപ്പോൾ അതിനു മുമ്പ് ടവർ എന്നുള്ള കാർഡുണ്ട്. അതായത് ലൈഫിൽ ഓരോ തിരിച്ചടിയും വിചാരിക്കാത്ത സമയത്ത് ഒരു തിരിച്ചടി കിട്ടി, ഒരു അട്ടിമറിയോ ഒരു വിനാശമോ അല്ലെങ്കിൽ ഒരു രോഗം, വാഹനാപകടം, ബന്ധങ്ങളിലെ വിള്ളൽ, ഇങ്ങനെയൊക്കെയുള്ള ഒരു സമയം കഴിഞ്ഞിട്ട് വരുന്നതാണ് ഈ സ്റ്റാർ എന്നുള്ള കാർഡ്. അപ്പോൾ പാസ്റ്റിൽ ഒരു പുതിയ പ്രതീക്ഷയുടെ കാർഡാണ് വന്നിരിക്കുന്നത്. പുതിയ തുടക്കത്തിൻ്റെ, രോഗശമനത്തിൻ്റെ, ബന്ധങ്ങളിലാണെങ്കിൽ വിള്ളലുകളൊക്കെ മാറി ഒരു പുതിയ തുടക്കം. ആ നക്ഷത്രം തന്നെ രാജാക്കന്മാർക്ക് ജെറുസലേമിലെ ജീസസ് ക്രൈസ്റ്റിൻ്റെ ജനനത്തെ കാണിച്ച ആ ഒരു സ്റ്റാറാണത്, പ്രതീക്ഷയുടെ സ്റ്റാറാണത്. പിന്നെയുള്ള ചെറിയ സ്റ്റാർസ് അത് 7 ചക്രാസിനെ സൂചിപ്പിക്കുന്നു, ശരീരത്തിലെ 7 ഊർജ്ജ കേന്ദ്രങ്ങളെ. അപ്പോൾ മാനസാന്തരത്തിൻ്റെ കാർഡാണ്, രോഗശമനത്തിൻ്റെ, ബന്ധങ്ങളിലുള്ള ഒരു വിള്ളലുകളൊക്കെ മാറി പുതിയ തുടക്കമൊക്കെ കാണണം. നല്ലൊരു പോസിറ്റീവായിട്ടുള്ള കാർഡാണ്. ഇൻഡിവിജ്വൽ സ്പിരിച്വാലിറ്റിയുടെ, ഇൻഡിവിജ്വൽ ഗ്രോത്തിൻ്റെ ഒക്കെ കാർഡാണ്. അതായിരുന്നു പാസ്റ്റ്. പ്രസൻറ്റിൽ നോക്കുമ്പോൾ അതും നല്ലതാണ്. 10 ഓഫ് കപ്സ് ആണ് പ്രസൻറ്റിൽ. 10 ഓഫ് കപ്സ് പറഞ്ഞാൽ ബന്ധങ്ങളിൽ നല്ലൊരു സംതൃപ്തി, സന്തോഷവും സമാധാനവും ഐക്യമൊക്കെ ആയിട്ട് എല്ലാവരുമായിട്ട് റിലേഷൻഷിപ്പിൽ നല്ലൊരു സംതൃപ്തിയോടെയും സന്തോഷത്തോടെയും സമാധാനത്തോടെയും പോകുന്ന ഒരു ലൈഫാണ് 10 ഓഫ് കപ്സ് പറയണത്. പക്ഷേ ഇമ്മീഡിയറ്റ് ആയിട്ട് നമ്മൾ നോക്കുമ്പോൾ, ഇമ്മീഡിയറ്റ് ഫ്യൂച്ചറിൽ കാണുമ്പോൾ 4 ഓഫ് കപ്സ് ആണ്. അപ്പോൾ അവിടെ ഈ ഇദ്ദേഹം കൈയും കെട്ടിയിരിക്കുകയാണ്. കാരണം എന്തോ ഒരു വിരസത, ഒരു ദുഃഖം, ഒരു അഡ്ജസ്റ്റ്മെൻ്റ് ആവശ്യം വരിക ആണ് ഒരു കാർഡ്. വേണ്ടിയിരുന്നില്ല എന്നൊരു ചിന്താഗതി. അപ്പോൾ എന്തോ റിലേഷനിൽ എന്തോ ഒരു അഡ്ജസ്റ്റ്മെൻ്റ് ആവശ്യം വന്നിരിക്കുന്നു. ഇയാൾ ആത്മപരിശോധന നടത്തുകയാണ്. വേണ്ടിയിരുന്നില്ല തോന്നുകയാണ്, ഒരു കുടുങ്ങിയ അവസ്ഥ. അങ്ങനെയൊക്കെ അടുത്ത കാലത്ത് ഉണ്ടായിരിക്കുന്നു. അതിനെന്താ കാരണം എന്നാണ് പിന്നെ നോക്കാൻ പോകുന്നത്. അതാണ് കറൻറ്റ് സിറ്റുവേഷൻ. അത് നോക്കുമ്പോൾ അവിടെ 7 ഓഫ് സോർട്സ് ആണ്. അവിടെ എന്തോ ഒരു ചതി നടന്നിരിക്കുന്നു, അല്ലെങ്കിൽ ഒരു വിശ്വാസവഞ്ചന നടന്നിരിക്കുന്നു എന്നുള്ളതാണ്. അപ്പോൾ ഇവിടെ ഈ കാർഡ് പറയണത്, നമ്മളത് ബന്ധങ്ങളിലാണ് വിള്ളലുകൾ ഉണ്ടായിരിക്കണമെങ്കിൽ പരസ്പരം സത്യസന്ധതയോടുകൂടി ആശയവിനിമയം നടത്തി ഒരു ധാരണയിലെത്തി മുന്നോട്ട് പോവുക എന്നുള്ളതാണ് ഈ 7 ഓഫ് സോർട്സ് എന്നുള്ള കാർഡ് പറയണത്. പിന്നെ അടുത്ത കാർഡ് ചുറ്റുപാടുകൾ എങ്ങനെയാണെന്ന് നോക്കിയപ്പോൾ അത് മേജർ ആർക്കാന കാർഡാണ്. ടെമ്പറൻസ് ആണ് വന്നിരിക്കുന്നത്. തീർച്ചയായിട്ടും ഇത് എന്താ പറയുക, മേജർ അർക്കാന പറയുമ്പോൾ യൂണിവേഴ്സൽ ഡിസിഷനാണ്. ആ മേജർ അർക്കാന കാർഡ് നമ്മളോട് പറയുന്നത് കാമായിട്ട്, പ്രാക്ടിക്കലായിട്ട്, മിതത്വം പാലിച്ച് മുന്നോട്ട് പോകുക എന്നുള്ളതാണ്. ഇതൊരു ഏഞ്ചലിക് ഫിഗറാണ്, സ്പിരിച്വാലിറ്റിയുടെ കാർഡും കൂടിയാണ്. അപ്പോൾ അതൊരു യൂണിവേഴ്സൽ ഡിസിഷനാണ്. കാര്യങ്ങൾ പരസ്പരം ആശയവിനിമയം നടത്തി ധാരണയിലെത്തി കാമായിട്ട്, പ്രാക്ടിക്കലായിട്ട്, മിതത്വത്തോടെ മുന്നോട്ട് പോവുക. അടുത്ത കാർഡ് ഇവരുടെ ആഗ്രഹം എന്താണെന്ന് നോക്കിയപ്പോൾ 2 ഓഫ് കപ്സ് ആണ്. അപ്പോൾ ഇവരുടെ ആഗ്രഹം എന്താ വെച്ചാൽ, പഴയ കാലത്ത് നമ്മൾ കണ്ടു 10 ഓഫ് കപ്സ് റിലേഷനിലെ വളരെ സംതൃപ്തിയോടും സന്തോഷത്തോടെ ഐക്യതയോടെ പോയിരുന്നതാണ്. ഇവരുടെ ഇപ്പോഴത്തെ ആഗ്രഹം അതാണ്. 2 ഓഫ് കപ്സ് പറഞ്ഞു കഴിഞ്ഞാൽ രണ്ടുപേരും വളരെ സ്നേഹത്തോടും ധാരണയോടും ഐക്യത്തോടും കൂടി മുന്നോട്ട് പോകണം എന്നാണ് ഇവരുടെ ആഗ്രഹം. പക്ഷേ എവിടേക്കാണിത് പോയിക്കൊണ്ടിരിക്കുന്നതെന്ന് ലാസ്റ്റ് കാർഡ് നോക്കിയപ്പോൾ ഇത് 5 ഓഫ് വൺസ് ആണ്. ഇതൊരു സംഘർഷത്തിലേക്കാണ് പോയിരിക്കുന്നത്. 5 ഓഫ് വൺസ് പറഞ്ഞാൽ കോൺഫ്ലിക്റ്റ്, ഡിസഗ്രിമെൻറ്റ്. അപ്പോൾ ഇവിടെ ഈ കാർഡ് പറയുന്നത് അനാവശ്യമായ സംഘർഷങ്ങൾ ഒഴിവാക്കുക. അതായത് പരസ്പര ധാരണയിലൂടെ വേണ്ട രീതിയിൽ ആശയവിനിമയം നടത്തി സത്യസന്ധതയോടെ മുന്നോട്ട് പോവുക, അനാവശ്യമായ സംഘർഷങ്ങൾ ഒഴിവാക്കുക. അപ്പോൾ ഇതിൽ നമ്മൾ ബോട്ടം ഓഫ് ദ ഡെക്ക് വന്നപ്പോൾ നോക്കുമ്പോൾ നമുക്ക് ഏറ്റവും മുകളിൽ വന്നത് 4 ഓഫ് വൺസ് ആണ്. നല്ല കാർഡാണ്. അതായത് വീണ്ടും ഗൃഹാന്തരീക്ഷത്തിൽ ഒരു ഐക്യമുണ്ടാവുന്നു, പരസ്പര ധാരണ ഉണ്ടാവുന്നു, വിള്ളലുകളൊക്കെ മാറി പരസ്പരം ധാരണയോടുകൂടി കുടുംബാന്തരീക്ഷം ഐക്യത്തോടെയും സന്തോഷത്തോടെയും മുന്നോട്ട് പോകുന്ന ഒരു എൻഗേജ്മെൻറ്റ്, അല്ലെങ്കിൽ ഒരു സെലിബ്രേഷൻ, ഒരു വിവാഹം, അതിൻ്റെയൊക്കെ കാർഡാണ് 4 ഓഫ് വൺസ് വന്നിരിക്കുന്നത്. അപ്പോൾ അത് വളരെ നല്ലതായിട്ടാണ് വന്നിരിക്കുന്നത്. അപ്പോൾ ഇത് ഒരു താൽക്കാലികമായിട്ടുള്ള ഒരു അവസ്ഥയായിട്ട് കണക്കാക്കിയാൽ മതി.
അപ്പോൾ ഇതാണ് ഇതിൽ വന്നിട്ടുള്ള ടാരോയുടെ ഗൈഡൻസ്. ഇതൊരു ജനറൽ റീഡിംഗ് ആണ്. ഇത് നിങ്ങൾക്ക് റെസനേറ്റ് ചെയ്താൽ പ്ലീസ് ഡു സബ്സ്ക്രൈബ്, ലൈക്ക് ആൻഡ് ഷെയർ. താങ്ക് യു.